ഒരു ആർട്ടിസ്റ്റ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ വന്നിട്ട് മൈക്ക് പിടിച്ച് വാങ്ങുക, ഇൻട്രപ്റ്റ് ചെയ്യുക, എന്നോട് പറയാൻ പാടാൻ പറ്റില്ല, ജാസി സാർ മാത്രമാണെങ്കിൽ പാടൂ എന്നൊക്കെ പറയുന്നത് തികച്ച ഇൻസൾട്ടാണ്. ഞങ്ങൾക്കുണ്ടായ അനുഭവം ഇനി ഒരു ആർട്ടിസ്റ്റുകൾക്കും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളൊരു കാര്യം വളരെ ഇങ്ങനെ ഊന്നി പറയണം. ആ ഒരു വിഷയത്തിന് ശേഷം അവിടെ കോളേജിൽ നിന്ന് പ്രിൻസിപ്പൾ വിളിച്ചിരുന്നു? ഇല്ല. കോണ്ടാക്ട് ചെയ്തിട്ടില്ല? ഇല്ല. അവിടെ നിന്ന് മാനേജ്മെന്റ് സൈഡിൽ നിന്ന് ആരെങ്കിലും വിളിച്ചിരുന്നില്ല? നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് സജിൻ ജയരാജ് ആണ്, പ്ലേബാക്ക് സിംഗറാണ്. അപ്പോൾ സ്വാഗതം ചേട്ടാ. താങ്ക് യു. ഓക്കെ, അപ്പോൾ ചേട്ടാ കുറച്ച് ദിവസം മുമ്പ് 2-3 ദിവസം മുമ്പ് നമ്മുടെ കോളേജിൽ വെച്ച് പ്രിൻസിപ്പൽ ജാസി ചേട്ടൻ്റെ മൈക്ക് തട്ടിപ്പറിച്ച് ജാസി ചേട്ടൻ മാത്രം പാടിയാൽ മതി എന്നൊരു ഇഷ്യൂ വന്നിരുന്നല്ലോ. അപ്പോൾ അന്ന് ആ ചേട്ടനാണല്ലോ സജിൻ ചേട്ടൻ. അപ്പോൾ ആ ഇഷ്യൂ എന്താണ് ശരിക്കും സംഭവിച്ചത്, എങ്ങനെയാണ്, എന്തൊക്കെയാണെന്ന് പറയാമോ ഡീറ്റെയിൽ ആയിട്ട്? തീർച്ചയായിട്ടും. നമ്മുടെ നോർമലി ഒരു കോളേജ് ഡേ ആയിരുന്നു അത്. അപ്പോൾ ഞങ്ങളിപ്പോൾ റീസെൻറ്റ് ടൈമിൽ ഞങ്ങൾ ഈ ഒരു ഫോർമാറ്റ് ഒരുപാട് കോളേജിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ കോളേജ് ഡേയിൽ ജാസി ചേട്ടൻ ഗസ്റ്റ് ആയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു പെർഫോമിംഗ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് എല്ലാ സ്റ്റുഡൻസ് ആണെങ്കിലും അവിടുത്തെ ആൾക്കാരാണെങ്കിലും ചേട്ടൻ്റെ ഇന്ന് പെർഫോമൻസ് പ്രതീക്ഷിക്കും. അപ്പം ഇപ്പോൾ നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് എപ്പോഴും ചേട്ടനോട് അക്കമ്പനി ചെയ്യാനായിട്ട് ഞാനും ഉണ്ടാവും. അപ്പോൾ ചേട്ടൻ്റെ പാട്ടുകളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ, എല്ലാം ബാക്കിംഗ് വോക്കൽസൊക്കെ വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ അങ്ങനെ കൂടെ പാടാൻ പോയതാണ്. വളരെ നല്ല രീതിയിലുള്ള സ്വീകരണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ പെർഫോമൻസ് തുടങ്ങിയ സമയത്ത് ഇതുപോലത്തെ ഒരു ദുരനുഭവം ഉണ്ടായി. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രിൻസിപ്പൾ അവിടെ അലൗ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു പ്രോഗ്രാം? ആക്ച്വലി ഞാൻ അറിഞ്ഞത് മാനേജ്മെൻറ്റും പ്രിൻസിപ്പളിൻ്റെ സൈഡിൽ നിന്ന് ഈ പ്രോഗ്രാം നടത്താനായിട്ട്, അതായത് ഒരു പെർഫോമൻസ് നടത്താനായിട്ടുള്ളൊരു അനുവാദം ഇല്ലായിരുന്നു. എനിക്കൊന്ന് പിള്ളേരെല്ലാവരും കൂടിയാണ് ഷെയർ ചെയ്തിട്ട് ഈ പ്രോഗ്രാം നടത്തിയത്. അപ്പോൾ പ്രിൻസിപ്പളിൻ്റെ അടുത്ത് തീർച്ചയായിട്ടും അവർ പറഞ്ഞിട്ടുണ്ട് ജാസി ചേട്ടൻ കൂടെ ഒരു കോ സിംഗറും വരും എന്നുള്ള കാര്യം. അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ പെർഫോം ചെയ്തത്. അപ്പോൾ നമ്മൾ പെർഫോം ചെയ്ത് തുടങ്ങിയ സമയത്ത് അതിനിടയിൽ സംഭവിച്ച ഒരു സംഭവമാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. പക്ഷെ നിങ്ങളെ നന്നായിട്ട് സ്വീകരിച്ച ഒരു വീഡിയോ ഇപ്പോൾ വൈറലായിട്ടുണ്ടല്ലോ. നിങ്ങളെ നല്ല രീതിയിൽ സ്വീകരിച്ച് നിങ്ങളെ അപമാനിച്ചു എന്നാണ് നമ്മൾ കാണുന്നത് ആ ഒരു വീഡിയോ. തീർച്ചയായിട്ടും അപമാനം എന്ന് പറയുന്നത് ഏതൊരു പെർഫോമിംഗ് ആർട്ടിസ്റ്റ് ആണെങ്കിൽ സ്റ്റേജിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനിടയിൽ ഇൻ ബിറ്റ്വീൻ പെർഫോമൻസ് ഇൻട്രപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോൾ അതാണ് നമുക്ക് വളരെയധികം വേദന ഉണ്ടാക്കിയ ഒരു കാര്യം. ഓക്കെ, അപ്പോൾ സ്റ്റുഡൻസിന് ഇത് അറിയില്ലായിരുന്നു ഇങ്ങനെ ജാസി ചേട്ടൻ മാത്രമേ പാടാൻ പാടുന്ന പ്രിൻസിപ്പൽ പറഞ്ഞു, അങ്ങനത്തെ ആ ഒരു കാര്യം കോ സിംഗർ വരും എന്നുള്ള കാര്യം ഓൾറെഡി അവിടെ മെൻഷൻഡ് ആണല്ലോ. അപ്പോൾ നമുക്കിപ്പം എല്ലാവർക്കും അറിയാം ക്യുസാറ്റിലെ ഒരു ഇൻസിഡന്റ് കാരണം ഒരുപാട് സർക്കുലറും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഒരു പ്രോ ഷോ നടത്താനായിട്ട് കോളേജിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും ഉണ്ട്. പക്ഷേ ഇതിപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും സിമ്പിളായിട്ട് അറിയാവുന്ന ഒരു കാര്യം, ജസ്റ്റ് ഇനോഗ്രേറ്റ് ചെയ്തിട്ട് മൈനസ് ട്രാക്ക് വെച്ച്, ഇൻസ്ട്രുമെന്റലിസ്റ്റുകൾ പോലും ഇല്ല, മൈനസ് ട്രാക്ക് വെച്ചിട്ട് ഒരു 4 പാട്ട് പിള്ളേർക്ക് വേണ്ടി പാടിക്കൊടുക്കുന്നത് ഒരിക്കലും ഒരു പ്രോ ഷോ കാറ്റഗറിയിലേക്ക് പോകത്തില്ല. അപ്പോൾ ചേട്ടൻ പാടിക്കൊണ്ടിരിക്കവേ ഞാനും കൂടെ പാടിയപ്പോൾ അതൊരു വേറൊരു കാറ്റഗറി ആയിട്ട് പ്രിൻസിപ്പൽ മാം അതിനെ കണ്ടു എന്ന് തോന്നുന്നു. അതാണ്. പക്ഷേ അവരുടെ എന്ത് കൺസേൺ ആണെങ്കിലും ബിഫോർ ഓർ ആഫ്റ്റർ പെർഫോമൻസ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങളത് വാല്യൂ ചെയ്യുമായിരുന്നു. ഒരു ആർട്ടിസ്റ്റ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ വന്നിട്ട് മൈക്ക് പിടിച്ച് വാങ്ങുക, ഇൻട്രപ്റ്റ് ചെയ്യുക, എന്നോട് പാടാൻ പറ്റില്ല, ജാസി സാർ മാത്രമാണെങ്കിൽ പാടൂ എന്നൊക്കെ പറയുന്നത് തികച്ച ഇൻസൾട്ടാണ്. അപ്പോൾ അത് ഒരു ആർട്ടിസ്റ്റുകൾക്കും അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് വരാൻ പാടില്ല. അല്ല, പ്രിൻസിപ്പൾ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ജാസി ഗിഫ്റ്റിൻ്റെ കയ്യിൽ നിന്നും ഞാൻ ചോദിച്ചു വാങ്ങിയതാണ് മൈക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പക്ഷേ ജാസി ചേട്ടൻ ഒരു വീഡിയോക്കകത്ത് പറയുന്നുണ്ട് എൻ്റെ കയ്യിൽ നിന്ന് എടുത്തോണ്ട് പോയതാണ്, മൈക്ക് എടുത്തതാണെന്ന്, അനുവാദം ചോദിച്ചിട്ടാണ് മൈക്ക് എടുത്തതെന്നും പറയുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടെ എന്താണ്? കാരണം സജിൻ ചേട്ടനാണല്ലോ അതിനകത്ത് കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ചോദിക്കണേ. അപ്പോൾ അത് ശരിക്കും സത്യം എന്താണ് അതിൽ? ഇതിനുള്ള ഉത്തരമാണ് ആ വീഡിയോ, ഫസ്റ്റ് വൈറൽ വീഡിയോ. ആ വീഡിയോയിൽ തന്നെ വളരെയധികം വ്യക്തമാണ് പുള്ളിക്കാർ സ്റ്റേജിൽ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കയറി വരികയും ചേട്ടനെ പിടിച്ച് വാങ്ങിക്കുകയും അവിടെ വന്ന് നിന്ന് മൈക്കൊന്ന് തരുമോ സാർ എന്നൊന്നും ഒരു സംസാരം ഉണ്ടായില്ല. നേരെ മൈക്ക് വാങ്ങുന്നു, പെയ്ഡ് പെർഫോമൻസ് ഇവിടെ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ഈ പെയ്ഡ് പെർഫോമൻസിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ ഒരു ഗസ്റ്റിനെ ഒരു കോളേജിലേക്ക് വിളിക്കുമ്പോൾ തന്നെ അത് ഇറ്റ് സെൽഫ് പെയ്ഡാണ്. അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇപ്പം ഞാനും കൂടെ വന്നപ്പോൾ അത് പെയ്ഡ് പെർഫോമൻസ് ആയി. അതിന് എന്ത് ലോജിക്കാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ജാസി ചേട്ടനെ പോലെ ഇത്രയും വലിയൊരു സെലിബ്രിറ്റി, എന്താ പറയാ, ചേട്ടൻ എന്താണ് ആ സമയത്ത് ഫീൽ ചെയ്തത്? കാരണം ചേട്ടൻ അത് കൂളായിട്ടാണ് ഹാൻഡിൽ ചെയ്തേക്കുന്ന സിറ്റുവേഷൻ, നിങ്ങൾ രണ്ടുപേരും. പക്ഷെ ചേട്ടൻ്റെ മനസ്സിൽ എന്താണെന്ന് ഒന്ന് പറയാമോ? അതത് കൂളായിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ പുള്ളിയുടെ മാനേഴ്സും പുള്ളിയുടെ ക്യാരക്ടറുമാണത്. പുള്ളി അറിയാമെന്നുള്ളവർക്ക് എല്ലാവർക്കും അറിയാം പുള്ളിനെ. അപ്പം ഞങ്ങളവിടെ ഉണ്ടായ ഈ ഒരു ബാഡ് എക്സ്പീരിയൻസ് നടന്നപ്പോൾ ഞങ്ങളവിടെ നിന്ന്
ക്വിറ്റ് ചെയ്തിട്ട് ഇറങ്ങുകയാണ് ചെയ്തത്. അല്ലാണ്ട് അവിടെ ഒരു സംസാരമോ കാര്യങ്ങളോ ഒന്നുമില്ല. തീർച്ചയായിട്ടും ഇനിയിപ്പോൾ എത്ര കൂളായിട്ട് ഇരിക്കുന്നു എന്ന് പറഞ്ഞാലും 10-20 വർഷമായിട്ട് കേരളം നല്ല ഇൻ്റർനാഷണൽ ലെവലിൽ എല്ലാവരും അറിയുന്നുള്ളൊരു മ്യൂസീഷ്യനാണ്. നമ്മളെല്ലാവരും ആനന്ദിപ്പിച്ച ലജ്ജാവതി എന്നുള്ള സോങ്ങിൻ്റെ ക്രിയേറ്ററാണ്. അപ്പോൾ പുള്ളിയുടെ എൻ്റയർ എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നുന്നു ആളുടെ കരിയറിൽ ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയിൽ ഒരാൾ വന്ന് ഇൻട്രപ്റ്റ് ചെയ്ത് മൈക്ക് മേടിക്കുക എന്നൊക്കെ പറയുന്നത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഉള്ളിൽ എന്തായാലും ഒരു വേദന ഉണ്ടാവും. ജാസേട്ടൻ്റെ കൂടെ എത്ര വർഷമായി ഇപ്പം ഈ ചേട്ടൻ ഇങ്ങനെ കൂടെ വർക്ക് ചെയ്യുന്നു? ഞാൻ ഓൾമോസ്റ്റ് ഒരു ഫസ്റ്റ് ആൽബം മുതൽ തന്നെ കൂടെ ഉണ്ട്. ഒരു 20 years ആയിട്ട് ഞാൻ ബാൻഡിൽ ലീഡ് സിംഗറായിട്ടും അതുപോലെ വോക്കൽ അറേഞ്ചറായിട്ടും ബാക്കിംഗ് വോക്കലിസ്റ്റായിട്ടും ഒക്കെ കൂടെ വർക്ക് ചെയ്യുന്നു, ഇപ്പോഴും തുടരുന്നു. അപ്പൊ ഇങ്ങനെ നമ്മുടെ ഈ ഒരു പ്ലെയർ, ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ ശരിക്കും ഇതൊരു അപമാനം തന്നെ, അല്ലെങ്കിൽ അപമാനിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അല്ലേ? തീർച്ചയായിട്ടും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്ത് പോപ്പുലർ എന്നുള്ളതല്ല, ഏതൊരു ആർട്ടിസ്റ്റും ഏതൊരു പെർഫോമിംഗ് ആർട്ടിസ്റ്റും സ്റ്റേജിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയിൽ ഇൻട്രപ്റ്റ് ചെയ്യാൻ ആർക്കും അധികാരമില്ല. കാര്യം എന്ന് വെച്ചാൽ അവരവരുടെ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടിക്കുക എന്നുള്ളൊരു അർത്ഥമാണ് അതിനുള്ളത്. അപ്പം ഞങ്ങൾ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നതിന് മുമ്പോ ശേഷമോ അത് വന്ന് പറഞ്ഞ് സാർ ഇതിപ്പോൾ ഇങ്ങനെ രണ്ടുപേരായിട്ട് പെർഫോം ചെയ്യാൻ പറ്റില്ല, അത് നിർത്തണം എന്ന് പറഞ്ഞ് തീർച്ചയായിട്ടും ഞങ്ങളത് വാല്യൂ ചെയ്തേനെ. പക്ഷേ ഇൻ ബിറ്റ്വീൻ പെർഫോമൻസ് വന്ന് മൈക്ക് മേടിക്കുക, പബ്ലിക്കായിട്ട് പാടാൻ പറ്റില്ല എന്ന് പറയുക എന്നൊക്കെ പറയുന്നത് ഒട്ടും അക്സെപ്റ്റബിൾ അല്ല. ഇത് നടന്നത് സെന്റ് പീറ്റേഴ്സ് കോളഞ്ചേരി അല്ലേ, കോളേജ്. അപ്പൊ അതിനകത്ത് പ്രിൻസിപ്പൾ ആണല്ലോ ഈ ഒരു സംഭവം ചെയ്തത്. പക്ഷെ അത് പിള്ളേരൊക്കെ നല്ല പ്രതിഷേധിക്കുന്നുണ്ടായിരുന്നു. വളരെ പിള്ളേരുടെ കാര്യം എടുത്ത് തന്നെ പറയണം. കാരണം പിള്ളേർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കും പേഴ്സണലി ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ആയതിൻ്റെ അവർ വിളിച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. ഇതിനകത്ത് ഒരു കാര്യം എന്ന് പറയുന്നത് പ്രിൻസിപ്പളിന്റെ ഇൻവിറ്റേഷൻ അല്ല, പിള്ളേരുടെ ഇൻവിറ്റേഷനിലാണ് ഞങ്ങൾ വന്നത്. പക്ഷേ പ്രിൻസിപ്പൾ വളരെ നല്ല രീതിയിൽ, അതും പറയണമല്ലോ, വളരെ നല്ല രീതിയിലാണ് ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തതും എല്ലാം. എൻഡ് ഓഫ് ദി ഡേ ഇങ്ങനെ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായി. ഞങ്ങളിത് എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ. അങ്ങനെ ജാസ്റ്റിനായിട്ടുള്ള പരിചയം എങ്ങനെയായിരുന്നു? ജാസ്റ്റിനായിട്ടുള്ള പരിചയം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ട്രിവാൻഡ്രത്ത്, ചേട്ടൻ ട്രിവാൻഡ്രം ബേസ്ഡ് ആണ്. ട്രിവാൻഡ്രത്ത് ഒരുപാട് മ്യൂസീഷ്യൻസ്, എൻ്റെ ഫാമിലിയും ഫുൾ മ്യൂസിക്കൽ ഫാമിലിയാണ്. അപ്പോൾ എൻ്റെ ചേച്ചിയുടെ സുഹൃത്തുക്കൾ അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഈശാൻ ദേവ് ചേട്ടൻ, അനു പ്രവീൺ ചേട്ടൻ, അങ്ങനെ കുറേ മ്യൂസീഷ്യൻസ് ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ ആ ഒരു ഗ്യാങ്ങിൽ പെടുന്ന ഒരാളായിരുന്നു ഞാനും. അപ്പോൾ അങ്ങനെയുള്ള പരിചയമാണ് ജാസ്റ്റിനായിട്ട്. അപ്പോൾ അവരുടെ ഫസ്റ്റ് ആൽബത്തിൽ നമ്മളെല്ലാവരുമാണ് പാടിയേക്കുന്നത്. ഇത്രയും വർഷത്തെ പരിചയമുള്ള ഒരാളാണ് കൂടെ നിർത്തിയേക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ വെറുതെ ഒരാളെ പിടിച്ചെന്നാൽ ഇത്ര നാള് അടുപ്പിച്ച് നിർത്തൂല. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻസിഡന്റിൽ ജാസ് ചേട്ടൻ ഉണ്ടായ ഒരു വിഷമം അത് എങ്ങനെയായിരുന്നു? തീർച്ചയായിട്ടും. കാര്യം എന്ന് വെച്ചാൽ പുള്ളി, എനിക്കുണ്ടായ ഇൻസൾട്ട് പുള്ളിയുടെ ഒരു ഇൻസൾട്ടായിട്ടും കൂടി പുള്ളി അതെടുത്തു. കാര്യം ഓൾറെഡി പുള്ളിയുടെ നിന്ന് മൈക്ക് മേടിച്ചത് തന്നെ വലിയ ഇൻസൾട്ടാണ്. പിന്നെ പുള്ളിയുടെ കൂടെ വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്ന എന്നെയും കൂടി ഇൻസൾട്ട് ചെയ്ത് പുള്ളി അത് ഓപ്പണായിട്ട് എല്ലാ ഇൻ്റർവ്യൂവിലും പറയുന്നുണ്ട്. എത്ര നാൾ വർക്ക് ചെയ്ത ഒരാൾ. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും അറിയാന്നുള്ള കാര്യമാണ് ചേട്ടൻ്റെ ഒരു സോങ് പാറ്റേൺ എന്ന് പറയുന്നത്. എല്ലാ പാട്ടിലും നമ്പർ ഓഫ് വോക്കൽസ് കൂടുതലാണ്, കോറസും കാര്യങ്ങളൊക്കെ എത്ര സ്ട്രോങ് ആണെന്നറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും പുള്ളി ഇത് ഇന്നെന്നല്ല 20 വർഷം ബാക്ക് നിങ്ങൾ ചിന്തിച്ചാൽ പുള്ളിയുടെ യൂട്യൂബ് വീഡിയോ നോക്കിയാൽ അറിയാം, എപ്പോഴും സൈഡിൽ 1-2 സിംഗേഴ്സ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ തന്നെയാണ്, ആ പാറ്റേണിൽ തന്നെയാണ് പോകുന്നത്. ഇപ്പോൾ ഈ ക്യുസാറ്റിൻ്റെ ഇഷ്യൂ ആണ് മാം എടുത്ത് കാണിക്കുന്നതെങ്കിൽ ആ ഇഷ്യൂ കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് ഒരു 15 കോളേജിലെങ്കിലും മിനിമം ഞങ്ങൾ ഈ സെയിം ഫോർമാറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒന്നും ഇല്ലാത്തൊരു ഇഷ്യൂ ആണ്. ഈ ഒരു ഇൻസിഡന്റിൽ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് പ്രിൻസിപ്പൾ വന്നിട്ട് മാപ്പ് പറയുന്നത് ഉണ്ടായിരുന്നോ? ആക്ച്വലി 1-2 ദിവസം കഴിഞ്ഞതിന് ശേഷം ഞാൻ മീഡിയയിൽ പ്രിൻസിപ്പൽ മാമിൻ്റെ 2-3 വിഷ്വൽസ് ഞാൻ കണ്ടു. അപ്പോൾ അതിനകത്ത് അപ്പോളജി പറയുന്നുണ്ട്. പക്ഷേ ഒരു എന്താ പറയുക, നമുക്ക് ഈ ഉണ്ടായ ആ ഒരു പർട്ടിക്കുലർ ഇൻസിഡൻറ്റിനെ ഒരു ന്യായീകരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ പർപ്പസ്ഫുള്ളി ചെയ്തതല്ല, സാറിനെ അത് ചോദിച്ചാണ് മൈക്ക് മേടിക്കുന്നത്, ഇൻസൾട്ട് ചെയ്തതല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതെല്ലാം എവിഡൻ്റായിട്ട് വിഷ്വൽസിലുണ്ട്. അപ്പോൾ അപ്പോളജി പറഞ്ഞു, ശരി തന്നെയാണ്. പക്ഷേ ഈ എക്സ്പീരിയൻസ് വളരെ ബാഡാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു കൺവിൻസിങ് ആയിട്ട് തോന്നിയില്ല. അതൊരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ വിഷമമുണ്ട്. ആ ഒരു വിഷയത്തിന് ശേഷം അവിടെ കോളേജിൽ നിന്ന് പ്രിൻസിപ്പൾ വിളിച്ചിരുന്നോ? ഇല്ല. കോണ്ടാക്ട് ചെയ്തിട്ടില്ല? ഇല്ല. അവിടെ നിന്ന് മാനേജ്മെന്റിന്റെ സൈഡിൽ നിന്ന് ആരെങ്കിലും വിളിച്ചിരുന്നു? ഇല്ല. ഇല്ല. എന്നുവെച്ചാൽ അവരുടെ ഭാഗം ശരിയെന്ന് പറഞ്ഞപ്പോഴും പിടിച്ചു. ഇപ്പോഴും അങ്ങനെ അതിനകത്ത് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഏറ്റവും വലിയ ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ എവിഡൻസ് എന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് വിഷ്വൽ ഓൾറെഡി ഉണ്ട്. പക്ഷേ ഇതിനകത്ത് നമ്മളുടെ ഏറ്റവും വലിയൊരു ഐ വിറ്റ്നസ് എന്ന് പറയുന്നത് കോളേജിലെ സ്റ്റുഡൻസ് തന്നെയാണ്. എനിക്ക് തോന്നുന്നു ആ ഒരു ഇൻസിഡൻറ്റ് നടന്നതിന് ശേഷം അന്നത്തെ ദിവസം മാത്രമേ കോളേജിൽ മിനിമം ഒരു 150 സ്റ്റുഡൻസ് എങ്കിലും എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാവരും ഈ പറഞ്ഞാൽ ഒരുപാട് സോറി പറഞ്ഞു. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അവരല്ല സോറി പറയേണ്ടിയിരുന്നത് ആ സമയത്ത്. അപ്പോൾ അതെല്ലാവർക്കും അറിയാന്നുള്ള കാര്യമാണ്. ഇപ്പം സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരുപാട് പേര്, നോർമലി നമുക്ക് സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് കമൻറ്റ്സ് ഉണ്ടാവും, പോസിറ്റീവ് കമൻറ്റ്സ് ഉണ്ടാവും. പക്ഷേ ആ സമയത്ത് ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ആ കോളേജിൽ തന്നെ സ്റ്റുഡൻസ് ആണ്, അവർക്ക് സത്യങ്ങൾ അറിയാം. നിങ്ങളിപ്പോൾ ഈ മീഡിയ ഇപ്പോൾ ഇത് ഏറ്റെടുത്തിട്ടുണ്ട്.
അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു ഇങ്ങനെ മീഡിയ ഇത് ഏറ്റെടുത്ത് ഇങ്ങനെ ഇതിങ്ങനെ ആവണം എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ ജാസേട്ടനും ചേട്ടനും? ജാസ് ചേട്ടനെ പോലത്തെ ഒരു വ്യക്തി ഒരിക്കലും അങ്ങനെ ചിന്തിക്കത്ത് പോലുമില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അവിടെ ഒരു കാര്യം ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ക്വിറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്തത്. ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ അതിന് കണ്ടിന്യൂസ് ആയിട്ട് അടുത്ത 2 ദിവസം ഷോ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അടുത്ത ട്രാവലിംഗിലേക്ക് ഇതങ്ങ് മറന്ന് പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് കോളേജിൽ തന്നെ 1-2 സ്റ്റുഡൻസ് അതിൻ്റെ കറക്റ്റ് അതിൻ്റെ മെയിൻ പാർട്ട് സ്റ്റോറി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അത് സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുകയാണ് ചെയ്തത്. ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഞങ്ങളൊന്നും റിപ്പീറ്റ് ചെയ്തിട്ടില്ല. പിന്നെ ഈ സാധനം വളരെ വൈറലായിട്ട് എല്ലാവരും കോൾസും മീഡിയയിൽ നിന്നും പല സംഘടനകളിൽ നിന്നും വിളി വന്നപ്പോഴാണ് ഞങ്ങളത് കറക്റ്റായിട്ട് റിയാക്ട് ചെയ്ത് തുടങ്ങി. കോളേജിലെ സ്റ്റുഡൻസ് നിങ്ങളെ സപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞു. സപ്പോർട്ട് ചെയ്തപ്പോൾ അവർക്ക് പിന്നെ കോളേജിൽ നിന്ന് വല്ല ഇഷ്യൂസ് അങ്ങനെ വല്ലതും ഉണ്ടായോ? അങ്ങനെ വല്ലതും കേട്ടിരുന്നോ? ഞാൻ അറിഞ്ഞത് അവർ അപ്പോഴുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കാര്യം ഈ ദിവസം എന്ന് പറഞ്ഞാൽ കോളേജ് ഡേ ആയിരുന്നു. ഞങ്ങളുടെ ആ ഇനോഗ്രേഷൻ കഴിഞ്ഞ് 4 പാട്ട് പാടി ഞങ്ങൾ പോയതിനു ശേഷം കോളേജ് സ്റ്റുഡൻസിൻ്റെ പെർഫോമൻസ് ഉണ്ടായിരുന്നു. അതെല്ലാം ഇത് മുടങ്ങിപ്പോയി. ഞങ്ങൾ പോയതിനു ശേഷം ഭയങ്കര പ്രൊട്ടസ്റ്റാണ് നടത്തിയത്. കാര്യം സ്റ്റുഡൻസിന് എല്ലാവർക്കും അതൊരു ഇൻസൾട്ടായിപ്പോയി ഞങ്ങളെ വിളിച്ചിട്ട്. അപ്പോൾ അവരുടെ ആ ഒരു എന്താ പറയുക വികാരം അവർ ഈ സമരത്തിലൂടെ കാണിച്ചു. അപ്പോൾ അന്നത്തെ ദിവസം ഒന്നും നടന്നില്ല. അടുത്ത ദിവസം കോളേജ് ഡേ ആക്കി മാറ്റിയെന്ന് തോന്നുന്നു. അപ്പോൾ യാതൊരു ഹാപ്പിനെസ്സും ഉണ്ടായിരുന്നില്ല എന്നവർ പറഞ്ഞു. ഇപ്പോഴും കോളേജിലെ എല്ലാ സ്റ്റുഡൻസും വിളിക്കുന്നുണ്ട്. ഇപ്പോഴും കുറേ പേര് വിളിച്ച് സോറി പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞു, കോളേജ് സ്റ്റുഡൻസ് ഞങ്ങളുടെ അടുത്ത് സോറി പറയേണ്ട യാതൊരു കാര്യമില്ല. കാര്യം ഞങ്ങളുടെ കട്ട സപ്പോർട്ടിലാണ് അവർ നിന്നത്. അപ്പം ഈ ഒരു അവസരത്തിൽ ഞാൻ കോളേജ് സ്റ്റുഡൻസിൻ്റെ അടുത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒന്നുകൂടി ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. ഈ ഇഷ്യൂവിൽ വേറെ സിംഗേഴ്സ് അങ്ങനത്തെ കുറേ പേര് റിയാക്ട് ചെയ്ത് അതിലിപ്പോ ആരെങ്കിലും എന്താ എടുത്ത് പറയാൻ തോന്നുന്നുണ്ടോ? കാരണം അവര് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തെന്നുള്ള രീതിയിൽ. ജാസിച്ചനെ പോലത്തെ ഒരു സീനിയർ സിംഗറിന് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. എനിക്ക് ഓൾമോസ്റ്റ് എല്ലാ സീനിയർ മ്യൂസീഷ്യൻസും റിയാക്ട് ചെയ്തിട്ടുണ്ട്. ശരത് സാറ്, വേണുഗോപാൽ സാറ്, അതുപോലെ എം ജയചന്ദ്രൻ സാർ, അങ്ങനെ ഒരുപാട് പേര് റിയാക്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അവരുടെ ഒരു സോളിഡാരിറ്റി അവർ കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഒരുപാട് ഫ്രട്ടേണിറ്റി ഉണ്ട്. അപ്പോൾ അവരെല്ലാവരും വിളിക്കുന്നത്. എൻ്റെ അടുത്ത് ഒരുപാട് പേര് വിളിച്ച് കുറേ ആക്ടേഴ്സ് സിംഗേഴ്സൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുടെ സൈഡിൽ നിന്നും പോസിറ്റീവ് കാര്യങ്ങൾ തന്നെയാണ് കിട്ടുന്നത്. കാര്യം ഇതിനകത്ത് വിഷ്വലിൽ എന്താണ് നടന്നതെന്നുള്ള കാര്യം എവിഡൻ്റ് ആണ്. അപ്പം ഞാൻ പറഞ്ഞില്ലെങ്കിൽ തന്നെ. അപ്പോൾ അതുകൊണ്ട് ആ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഇത് ഈ ഒരു ഇഷ്യൂ ഇപ്പം ഇതിന് പകരം ജാസിയേട്ടന് പകരം ദാസാറായിരുന്നെങ്കിൽ അതെന്തായിരിക്കും സംഭവിക്കുക? അതെനിക്ക് പറയാനുള്ളത്, ദാസാറായിരുന്നെങ്കിൽ ഈ പ്രോഗ്രാം നടത്തിപ്പുകാർക്ക് പോലും പെർഫോമൻസ് സമയത്ത് സ്റ്റേജിലേക്ക് കയറാൻ പോലും പറ്റത്തില്ല. അപ്പോൾ ഇവിടെ ഇപ്പോൾ ജാസി ചേട്ടൻ എന്നുള്ളതുകൊണ്ട് ജാസി ചേട്ടൻ്റെ ക്യാരക്ടർ ഇപ്പോൾ ജാസിനെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം. പുള്ളി ആരെയും ഉപദ്രവിക്കാൻ പുള്ളിയുടെ കാര്യം നോക്കി പോകുന്ന ആളാണ്. അപ്പോൾ പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു ആർട്ടിസ്റ്റിന് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് വളരെ ബാഡാണ്. സഞ്ജയ് രാജ് ചേട്ടൻ പ്ലേ ബാക്ക് സിംഗറാണ്. ഇതല്ലാണ്ട് വേറെ എന്തെങ്കിലും ഇതുണ്ടോ? ഐ മീൻ ഓക്കെ, എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് സിംഗിങ് തന്നെയാണ്. പെർഫോമിംഗ് ആർട്ടിസ്റ്റാണ്. അല്ലാണ്ട് ഒരു 10-11 വർഷമായിട്ട് ഞാനൊരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ റൺ ചെയ്യുന്നുണ്ട്. സന്നിധി മീഡിയാസ് എന്നാണ് പേര്. ട്രിവാൻഡ്രത്തായിരുന്നു. ഇപ്പോൾ എറണാകുളത്ത് ഞാൻ സെറ്റിൽഡാണ്. ഇപ്പോൾ തൃപ്പൂണിത്തുറയിലാണ് ഉള്ളത്. അപ്പോൾ അതാണ് എൻ്റെ ഒരു സെക്കൻഡ് ജോബ് പോലെ. ഓക്കെ, അവിടെ എങ്ങനെയാണ് സ്റ്റുഡിയോ എന്ന് പറയുമ്പോൾ? എന്താ സ്റ്റുഡിയോ? ഫുൾ ഓഡിയോ റെക്കോർഡിംഗ് സ്റ്റുഡിയോ ആണ്. അപ്പോൾ ഓഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് മ്യൂസിക്കൽ പ്രൊഡക്ഷൻ, അതുപോലെ നമ്മൾ വോക്കൽ റെക്കോർഡിംഗ്, ഡബ്ബിങ് എല്ലാം ഉണ്ട്. ഇപ്പോൾ സഞ്ജേട്ടന് പ്രേക്ഷകരോട് ഇപ്പോൾ ഈ ഒരു പ്രശ്നം ഇങ്ങനെ കത്തി നിൽക്കുകയാണല്ലോ, അപ്പോൾ സഞ്ജേട്ടനാണ് പേരാന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ചേട്ടൻ എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത് ഈ ഒരു സംഭവം? എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്, ഞങ്ങൾക്ക് ഉണ്ടായ അനുഭവം ഇനി ഒരു ആർട്ടിസ്റ്റുകൾക്കും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളൊരു കാര്യം വളരെ ഇങ്ങനെ ഊന്നി പറയണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് അനുഭവിച്ചത് ആർക്കും ഇനി ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിന് നേരെ നെക്സ്റ്റ് ഡേ തന്നെ ഞങ്ങൾ വേറെ കോളേജിലും ഞാൻ ഷോ ചെയ്തു. ഇതിന് മുമ്പും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മാത്രമാണ് ഇങ്ങനെ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായത്. അപ്പോൾ ഇതിനാർക്കും ഉണ്ടാവാതിരിക്കട്ടെ. അതുപോലെ തന്നെ ഒരുപാട് സന്തോഷം ഇങ്ങനൊരു ഇൻ്റർവ്യൂ ചെയ്തതിൽ. താങ്ക് യു. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും മുന്നോട്ട് വേണം ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ. ഇനിയും നമ്മുടെ തൊഴിൽ ഇതാണ്. ഇനിയും പെർഫോമൻസും കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് നിങ്ങളെ സന്തോഷിപ്പിക്കാനായിട്ട് കൂടെ ഉണ്ടാവും. അപ്പോൾ എല്ലാ സപ്പോർട്ടും അനുഗ്രഹങ്ങളും ഉണ്ടാവണം. താങ്ക് യു. എനിക്കെന്തായാലും ഒരുപാട് സന്തോഷം തോന്നുന്നു. കാരണം സഞ്ജേട്ടൻ ഇത്രയൊക്കെ അപമാനം സഹിച്ചിട്ടും ആ പ്രിൻസിപ്പളിനെ മാം എന്ന് വിളിക്കുമ്പോഴേ അത് ശരിക്കും നിങ്ങളുടെ വ്യക്തിത്വത്തിനെ തന്നെ ആ ഒരു ക്യാരക്ടറിന്, ഒരു പേഴ്സണാലിറ്റി തന്നെ കാണിക്കുന്നുണ്ട്. കാരണം ജാസിയേട്ടനാണെങ്കിലും അവിടെ ദേഷ്യപ്പെടുകയോ ഒന്നും ചെയ്തില്ല. എന്തായാലും ഇനിയും നല്ല നല്ല ഷോസും ഇനിയും നല്ല നല്ല രീതിയിൽ ഉയരങ്ങളിൽ എത്തട്ടെ. ജാസിയേട്ടനെ പിന്നെ പറയുന്നില്ല, സഞ്ജേട്ടൻ്റെ ആണെങ്കിലും ഉയരങ്ങളിൽ എത്തട്ടെ. എല്ലാവിധ വിഷസും അറിയിക്കുന്നു. എന്തായാലും താങ്ക് യു സോ മച്ച് ഞങ്ങൾക്ക് ഇത്രയും നേരം സമയം തന്നതിൽ. ഓൾ ദ ബെസ്റ്റ്. ആൻഡ് താങ്ക് യു. ഒരുപാട് സന്തോഷം. താങ്ക് യു.